എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തനിനാടൻ സീരീസിലെ രണ്ടാമത്തെ റെസിപ്പിയാണ് നമ്മുടെ സ്വന്തം ചീര പരിപ്പ് തോരൻ. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചീരയും പരിപ്പും തയ്യാറാക്കാൻ വേണ്ടി ചീരയും പരിപ്പുമാണ് എടുത്തിട്ടുള്ളത്. ഒരു കെട്ട് ചീര നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. പീസ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പരിപ്പ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. പരിപ്പ് ഒരുപാട് വെന്ത് പോകാൻ പാടില്ല. ഒരു കപ്പ് പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 കപ്പ് വെള്ളവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഒരു 2-3 വിസിൽ മാത്രം അടിച്ചാൽ മതി. ഒരുപാട് വെന്ത് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം. 3-4 ചെറിയുള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഉള്ളി നന്നായി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഇടിച്ച മുളക് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ ഒരു 3-4 മിനിറ്റ് കീപ്പ് ചെയ്യാം. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചെറിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ വലുതായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. തേങ്ങയുടെയും ആ ഒരു പച്ചമണമെല്ലാം പോയി 2-3 മിനിറ്റിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം 2-3 മിനിറ്റ് കൂടി ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ച് കൊടുത്താൽ ചീരയും പരിപ്പും തോരൻ റെഡി ആയിട്ടുണ്ടാവും. ഈ ഒരു സമയം കൊണ്ട് ചീര നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ചീരയുടെ തണ്ട് കൂടി ഇടുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് കീപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല തനി നാടനായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.